ഹലോ ഓൾ. പ്ലസ് ടു കഴിഞ്ഞ കുറച്ച് കുട്ടികൾ ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. 4 ഇയർ ഡിഗ്രിയും 3 വർഷ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും 4 ഇയർ ഡിഗ്രി ഗുണങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അത് വർഷം പോവുകയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ 4 ഇയർ ഡിഗ്രിയുടെ ഗുണങ്ങളും 3 വർഷ ഡിഗ്രിയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നാണ്. 3 വർഷ ഡിഗ്രിക്ക് നമ്മൾ സാധാരണ കണ്ടുവന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര വർഷങ്ങളായിട്ട്. അതായത് രണ്ട് കോംപ്ലിമെൻ്ററിയും ഒരു കോർ കോഴ്സും. അതായത് വേറെ ഭാഷ പറഞ്ഞാൽ ഒരു മേജറും 2 മൈനറും പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ 4 ഇയർ ഡിഗ്രി FIUG അവർ അക്കാഡമിക് പാത്വേസ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുണ്ട്. അക്കാഡമിക് പാത്വേസ് എന്ന് പറഞ്ഞ് മൾട്ടിപ്പിൾ മേജേഴ്സും മേജർ വിത്ത് മൈനർ, മൾട്ടിപ്പിൾ മേജർ ആൻഡ് മൈനർ, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് കോഴ്സുകൾ ഈ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. 3 വർഷ ഡിഗ്രിയിൽ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡിഗ്രി എടുക്കുന്നു ആ കോഴ്സും, കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരുന്നു. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞ കോഴ്സുകളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ സ്ഥിതി വേറെയാണ്. ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കോർ കോഴ്സ് ഓക്കെ ഫിക്സഡാണ്. പക്ഷേങ്കിൽ മൈനർ കോഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കോഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പം മൾട്ടിപ്പിൾ മേജർ ആണെങ്കിൽ 2 മേജർ പഠിക്കാൻ പറ്റും ഒരു കുട്ടിക്ക്. അപ്പോൾ 2 മേജറിൽ നിന്ന് 50%, 40%, ടോട്ടൽ 90% മാർക്ക് വേണം. പക്ഷേങ്കിൽ 2 മേജറിൽ നിന്ന് അപ്പോൾ ആ കുട്ടിക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പം അതിലേതാണോ സൂട്ടബിൾ അത് ആ കുട്ടിയുടെ ഡിഗ്രി ആയിട്ട് സ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർ ലാംഗ്വേജ് പ്രിഫറൻസ് കൂടുതലായിരുന്നു. ഏകദേശം S4 സെമസ്റ്റർ 4 വരെയോളം പഠിക്കുന്നുണ്ടായിരുന്നു 3 വർഷ ഡിഗ്രിയിൽ ലാംഗ്വേജസ്. പക്ഷേ ഇവിടെ ലാംഗ്വേജിൻ്റെ പ്രിഫറൻസ് FIUG കുറവാണ്. ലാംഗ്വേജ് പ്രിഫറൻസ് കുറച്ചിട്ട് മൈനറിൻ്റെയും മേജറിൻ്റെ പ്രിഫറൻസ് ഇവർ അല്ലെങ്കിൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഗ്രേഡ് പോയിൻ്റ് ഇവർ കൂട്ടി. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ ഏകദേശം BTechകാർ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ പോലെ ഫസ്റ്റ് ഇയറിന് ശേഷം നമുക്ക് ഈ കോഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കുട്ടിക്കുള്ള ഡിഗ്രി ഏതാണോ എടുത്തത് അതിൻ്റെ കോർ കോഴ്സ് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു കോഴ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഏതിലൊക്കെ പോകുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഈ കുട്ടി എടുത്ത മൈനർ കോഴ്സിൽ മേജർ ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ MDC എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, വേറെ ഏതെങ്കിലും കോഴ്സ് ഇതിൻ്റെ മേജർ ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനിയും ഈ 4 ഇയർ കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളുടെ ഡിഗ്രിക്ക് പറയുന്ന പേര് ഹോണററി ഡിഗ്രി എന്നാണ്. അപ്പോൾ ഹോണററി ഡിഗ്രി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് കോഴ്സ് നിർത്താൻ സാധിക്കും. അപ്പോൾ 3 വർഷം കൊണ്ട് ഒരു ജസ്റ്റ് നമ്മുടെ പോലത്തെ ഡിഗ്രി എടുത്ത് അവർക്ക് ഇറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ 4 വർഷം 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോണററി ഡിഗ്രി വിത്ത് റിസർച്ചും വെറും ഹോണററി ഡിഗ്രിയും. അപ്പോൾ ഹോണററി ഡിഗ്രി വിത്ത് റിസർച്ച് ആണെങ്കിൽ അത് റിസർച്ച് അഭിരുചിയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഹോണററി ഡിഗ്രി വിത്ത് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ സിലബസ്, റിസർച്ച് മെത്തഡോളജി അങ്ങനെയുള്ള കാര്യങ്ങളും റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മറ്റേ വെറും ഹോണററി ഡിഗ്രി ആണെങ്കിൽ സിലബസിൽ കുറച്ച് മാറ്റമാണ്, റിസർച്ച് മെത്തഡോളജി ഒന്നും കാണില്ല. അപ്പം ഈ റിസർച്ചിനോട് താല്പര്യമുള്ള കുട്ടികളാണ് ഹോണററി ഡിഗ്രി വിത്ത് റിസർച്ച് എടുക്കുന്നത്. അപ്പം പിന്നൊരു ഗുണം FIUGയുടെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ UGC അംഗീകരിച്ചുള്ള നെറ്റ് എക്സാമിനേഷൻ ഇവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുവഴി ഇവർക്ക് PG പഠനം നഷ്ടമാകുന്ന 1 വർഷം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ UGC നെറ്റ് വിത്ത് JRF ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഡയറക്റ്റ് റിസർച്ചിന് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാലാവധിയായ 3 വർഷം കൊണ്ട് റിസർച്ച് പൂർത്തിയാക്കിയാൽ അവർക്ക് അതായത് 7 വർഷം കൊണ്ട് ഡോക്ടറേറ്റ് ഡിഗ്രി കിട്ടും. അതുവഴി അവർക്ക് കുറച്ച് വർഷങ്ങൾ ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായി ഉള്ള ഗുണങ്ങൾ, നമ്മുടെ 4 ഇയർ ഡിഗ്രിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ.